മദ്യപാനത്തിൻ്റെ ആൽക്കഹോളിസം എന്നാണ് അതിന് പറയുക. ആൽക്കഹോളിസം ഇസ് എ ഡിസീസ്, അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസാണ്, അതൊരു രോഗമാണ്, രോഗാവസ്ഥയാണ്, അതൊരു സ്റ്റേറ്റാണ്, രോഗാവസ്ഥയാണത്. ഈ ആൽക്കഹോളിസം വന്ന ആളുകൾക്ക് എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ നേടാതെ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന അവസ്ഥയിൽ മദ്യപിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി ആളുകൾ മദ്യപിക്കും, ദുഃഖം വരുന്ന ആളുകൾ മദ്യപിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലല്ല താങ്കൾ. ദുഃഖം വരുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഇപ്പം ദുഃഖം വരുന്ന സമയത്തോ ടെൻഷൻ വരുന്ന സമയത്തോ സ്ട്രെയിൻ വരുന്ന സമയത്തോ അല്ല മദ്യപിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ മദ്യപിക്കുന്നു. ആ സമയത്ത് എൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഒരു ചായ കുടിച്ചാൽ പോരെ? ഇല്ല ഇല്ല, യെസ്. അപ്പം നിങ്ങൾ ലഹരിക്കാണ് ആവശ്യപ്പെടുന്നത്, അവിടെയാണ് പ്രശ്നം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഞാൻ എൻ്റെ ചോദ്യം നിങ്ങളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. എൻ്റെ ലഹരി എന്ന് പറയുന്നത് എനിക്ക് ചിത്രം വരയ്ക്കുന്നതാണ്. ചിത്രം വരച്ചതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ ലഹരി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ തീരുന്നതാണ്. എൻ്റെ ലഹരി എന്ന് പറയുന്നത് നിങ്ങളായിട്ട് സംസാരിച്ചാൽ തീരുന്നതാണ്. എൻ്റെ ലഹരി എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ കണ്ടാൽ തീരുന്നതാണ്. എൻ്റെ ലഹരി എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ കണ്ടാൽ തീരുന്നതാണ്. എൻ്റെ ലഹരി എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ തീരുന്നതാണ്. ആ ലഹരിയാണ് എൻ്റെ ആവശ്യം, ആ ലഹരിയാണ് എൻ്റെ ആവശ്യം. നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് യഥാർത്ഥ ആൽക്കഹോളിസമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് അല്ല, അതെ, ആൾക്കാരോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുപോലെ TV, ഫോണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ മണിക്കൂറുകളെടുത്ത് ഞാൻ ചെയ്യും. ഇതെല്ലാം എനിക്ക് ഓരോ ടൈമിലാണ്. എനിക്ക് ആ ടൈമിൽ ഞാൻ അതിൻ്റെ അകത്ത് എനിക്കത് മതി, ഇൻവോൾവ് ആണ് ഫുൾ ടൈം ഇൻവോൾവ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഏതോ ഒരു ടൈമിൽ ഇതുമല്ലേ, പക്ഷെ ഇത് എപ്പോഴൊന്നും ഇല്ല. എനിക്ക് ഇതിന്റെ സംഭവമായിട്ട് തന്നെ വേണമെന്നൊന്നും, എനിക്ക് അത് ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ പറയാം, സ്പീഡിൽ പോകുക അതും ഒരു ലഹരിയാണ്. പരിക്ക് പറ്റുന്നുള്ള പേടി ഉണ്ടായിക്കൊണ്ട് തന്നെ പോകാൻ തോന്നുന്നു. അല്ല, അതിനാണ് ലഹരി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ലഹരി എന്ന് പറയുന്നത്, നിങ്ങളെ ലഹരി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ലഹരിയാണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് അമ്മയെ കാണുന്നത് ലഹരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സന്തോഷമാണ്. പക്ഷെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന, എൻ്റെ അച്ഛനെ, നിങ്ങളെന്നെ ഇപ്പം പറഞ്ഞൊരു പോയിന്റിൽ കോൺട്രഡക്ടർ ഉണ്ട്. നിങ്ങളുടെ അമ്മയെ കാണുന്നതും അച്ഛനെ കാണുന്നതും ലഹരിയായി മാറുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ കാണുന്നവരും ലഹരി തോന്നണ്ടേ? ആ തോന്നുന്നില്ല. കാരണം അവർക്ക് വിഷമമാണ് തോന്നുന്നത്. ജീവിതത്തിൽ നിങ്ങളെ നിങ്ങളുടെ കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് വളരെ അധികം ആകാംക്ഷയോടുകൂടി നോക്കി ഈ അവസാന ദിവസം വരെ, ഇന്നലെ വരെ, ഈ നിമിഷം വരെ നിങ്ങളെ നോക്കി വളർത്തിയ ആൾക്ക് നിങ്ങളെ കാണുമ്പോൾ ലഹരിയല്ല തോന്നുന്നത്, വിഷമാണ് തോന്നുന്നത്. അങ്ങനെ വിഷമം തോന്നിപ്പിക്കാൻ വേണ്ടി അവരെന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അപ്പം അമ്മയെ കാണുന്നത് ലഹരിയാണ്, അച്ഛനെ കാണുന്നത് ലഹരിയാണ്, ചിത്രം വരയ്ക്കുന്നത് ലഹരിയാണ്. അമ്മയാണ് കർമ്മത്തിൻ്റെ ഫലം ചോദിക്കാത്തത്, കൊടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ആ 9 മാസത്തെ ഒരു കൂലി കൊടുക്കാനെങ്കിലും മിനിമം ലെവലിൽ ഒരു മകനെന്ന നിലയിൽ നമുക്ക് കഴിയണം, ഒരു മകളെന്ന നിലയിൽ നമുക്ക് കഴിയണം. ഇതാണ് വിഷയം. ഞാൻ പച്ചയായ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് ഉണ്ടാവരുത്. ഒരു ലഹരി, എൻ്റെ ലഹരി കൊണ്ട് ഒരു രാജ്യം നശിക്കരുത്. എൻ്റെ ലഹരി കൊണ്ട് എൻ്റെ സുഹൃത്ത് വലയം നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ലഹരി കൊണ്ട് ഒരു ഉറുമ്പിന് പോലും വേദന ഉണ്ടാവരുത്. അതായിരിക്കണം നിങ്ങളുടെ ലഹരി. അതാണ് നിങ്ങൾ കഴിക്കുന്ന ലഹരിയും ഞാൻ പറഞ്ഞ ലഹരിയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ റൈറ്റ് ഓർ റോങ്? ഇത്രയേ ഉള്ളൂ. അതിന് വളരെ സിമ്പിളാണ്. പേരെന്തായിരുന്നു? അശ്വിൻ്റെ ഒരു കാര്യം കട്ട് ചെയ്യണേ.